ഫാമിലി ഫാമിലി കയറാം, ഫാമിലി കയറും, ഫാമിലി പടമാണ്. അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയം കൊള്ളാം, നല്ല പടം തന്നെ, നല്ല പടം തന്നെ, നല്ല പടം, നല്ല പടം. ധ്യാനൊക്കെ എങ്ങനെയുണ്ട്? ധ്യാനം സൗബിനൊക്കെ എല്ലാം നല്ല പടം. ഓക്കെ. കാണാനായിട്ട് പടമാണ്, നല്ല പടമാണ്. കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോമഡിയും ഉണ്ട്, സീരിയസും ഉണ്ട്. ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവം കുടുംബത്തിൽ നടക്കുന്ന എല്ലാം ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളാണ് കംപ്ലീറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കപ്പിൾസ് കാണാനായിട്ട് പടം. സൗബിൻ പൊളിക്കണേണ്, വേറെ മൂടാണ്. നൈസ്, അടിപൊളി പടമായിരുന്നു, അടിപൊളി. സൗബിൻ നൈസ് പൊളിച്ച്, നൈസ് ത്രില്ലർ, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. അപ്പൊ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. അപ്പൊ എല്ലാരും വന്ന് ഈ പടം കാണട്ടെ, പടം വിജയിക്കട്ടെ, അടിപൊളി ആവട്ടെ. എന്ത് പറ്റി? എനിക്ക് വർക്കായില്ല, ബാക്കിയുള്ള ഫാമിലി മൂവിയാണ്. അതായത് നമ്മുടെ എന്താണ് കല്യാണത്തിന് മുന്നേയും കല്യാണത്തിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ പറയുന്നത്. പിന്നെ നമിത പ്രമോദ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വ്യത്യസ്തമായൊരു വേഷം. ആ പടം കുഴപ്പമില്ല, നമുക്ക് വൺ ടൈം കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ്. ഗൈസ്, അങ്ങനെ ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. ഡയറക്ടർ ബൈ ബോബറ്റ് സാമുവൽ. നമ്മുടെ റോമൻസ്, വികടകുമാരൻ, ജനപ്രിയനൊക്കെ എടുത്ത പുള്ളി. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സിനിമയാണ്. അഭിനയിച്ചിരിക്കുന്നവർ സൗബിൻ ഷാഹിർ, നമിത പ്രമോദ്, ദിലീഷ് പോത്തൻ, വിനീത് തട്ടിൽ, മനോജ് ചേട്ടൻ, നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയത്തിലൊക്കെ ഉള്ള പുള്ളി. പിന്നീട് ശാന്തി കൃഷ്ണനുണ്ട്, ആര്യ ബഡായി ഉണ്ട്, ഒരു ചെറിയൊരു ക്യാമറയിൽ നമ്മുടെ വീക്ക്ലി സ്റ്റാർ ഉണ്ട്, ലാൽ ജോസ് ചെറിയ റോളുണ്ട്, മറ്റേ ഷീലു എബ്രഹാം ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ളൊരു സിനിമയാണ്. പ്ലോട്ട് ഇത്ര ക്ലീശ ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഈ കാലത്ത് എന്തിനു കൊണ്ടുവന്നു, ഇതിന് എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നിപ്പോയി. പഴയ അമ്മായിയമ്മ സിനിമയിലേടെ സുകുമാരി ചേച്ചിയും ഹരിശ്രീ അശോകനും മുകേഷ് എണ്ണൊക്കെ ഉള്ള പടം, അതിൻ്റെ ഒരു ന്യൂജൻ പടം. ഒരുമാതിരി കുണച്ചു കുത്തിയ സാധനങ്ങളും ചില 2-3 കോമഡി, അത് വിനീത് തട്ടിലിൻ്റെ അങ്ങനത്തെ 2-3 സീൻസ് മാത്രം നമുക്കിങ്ങനെ പ്ലഡ്ജായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഒരു രീതിയിലും എൻ്റർടൈനിങ്ങോ ഭയങ്കര ബോറടിപ്പിക്കുന്ന ലെവലിലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ തോന്നിയത്. ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയുടെ ഈ ഒരു പ്ലോട്ടിനൊക്കെ ഉള്ളത്. ഒരുമാതിരി ഫീമെയിൽ ഡോമിനൻസ്, കുറേ കുണച്ചു കുത്തിയ സീൻസും. ആക്ടിങ് വൈസ് അവരെല്ലാവരും പൊളിയാണ്. ശാന്തികൃഷ്ണൻ്റെ കഥാപാത്രം കാണുമ്പോൾ നമുക്ക് പിടിച്ചങ്ങ് ഞെരിച്ചു കൊല്ലാന്ന് തോന്നും. ആ ഒരു സംഭവമൊക്കെ ഉണ്ട്, ശരിയാണ്. ബട്ട് പടം ത്രൂ ഔട്ട് ഒരു ബോറടി എലമെന്റ് നമുക്കിങ്ങനെ വിട്ട് പോവാത്ത രീതിയിൽ ഇങ്ങനെ തന്നിട്ടുണ്ടേ. എന്തായാലും കണ്ടു നോക്കെ, എനിക്കത്ര പറയാനുള്ളൂ. എനിക്ക്